അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചാറുകറി ഉണ്ടാവും, പിന്നെ ഒരു ഉപ്പേരി, പിന്നെ എന്തെങ്കിലും ഒരു വറവ്, അതായത് മീൻ വറുത്തതോ ചിക്കനോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും കൂടി ഉണ്ടാവട്ടെ. ഇതാണ് സാധാരണ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ ലഞ്ചിന് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇന്ന് ഉപ്പേരി വെക്കാനായിട്ട് നല്ല നാടൻ കായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കായ ഉപ്പേരി വെക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടാൾ കുട്ടികൾ പിന്നെ ഇതൊന്നും തൊടില്ല. അപ്പോൾ നമുക്ക് രണ്ടാൾക്കാണെങ്കിൽ കായ ഉപ്പേരി വെക്കേണ്ടത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒഴിച്ചുകറിയുടെ ഒന്നും ആവശ്യമില്ല, കുറച്ച് തൈര് ഉപ്പിട്ടത് മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ കായൊക്കെ ഞാനിതുപോലെ ഉപ്പേരി വെക്കുമ്പോൾ ഞാനിതുപോലെ ഒരു കായനെ ആദ്യം അതിനെ പകുതിയാക്കും, എന്നിട്ട് അതിനെ ഒരു തൊലി ഫുള്ളായിട്ട് കളയില്ല കേട്ടോ. അതിങ്ങനെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, അതിൻ്റെ ഓരോ സൈഡിൽ മാത്രമാണ് കളയുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഉപ്പേരി വയ്ക്കുമ്പോൾ കളയാറില്ല. എന്നിട്ട് നമ്മളതിനൊരു രണ്ട് സൈഡിലേക്ക് 3 പീസാക്കും. ഒരു സൈഡിലേക്ക് ഇങ്ങനെ 3 എണ്ണാക്കിയിട്ട് കട്ട് ചെയ്യും, ഇതേപോലെ അപ്പുറത്ത് ആ സൈഡിലേക്ക് വെച്ചിട്ട് 3 അങ്ങനെ ചെറുതാക്കിയിട്ടാണ് നമ്മൾ കായുപ്പേരിക്ക് വേണ്ടിയിട്ട് അരിയുമ്പോൾ ആക്കാറുള്ളത്. ഈ കായും പയറും കൂടി ഉപ്പേരി വെക്കുന്നതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ നല്ല നാടൻ പയർ കിട്ടണം, അതെന്തായാലും നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കായ മാത്രം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കുക്കറിൽ ഒരൊറ്റ വിസിൽ വെച്ചാൽ മതിയാവും. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കും, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കട്ടെ. അങ്ങനെയാണ് സാധാരണ നമ്മളിവിടെ കായ്പേരി കായ വേവിക്കാറ്. ഇന്നിവിടെ മഴയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇനി മഴയ്ക്കുള്ള എന്തെങ്കിലും ലക്ഷണം ഉണ്ടോ എന്നുള്ളത് നോക്കായിരുന്നു. സാധാരണ നമ്മുടെ ഇവിടെ UAE എവിടെ മഴ പെയ്താലും നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് മാത്രം അങ്ങനെ മഴ പെയ്യാറില്ല കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ മഴയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങോട്ട് മഴ ഉണ്ടാവാറുള്ളൂ. എന്തായാലും മഴയുടെ ഒരു ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബാക്കി കുക്കിംഗ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള കായെല്ലാം കുക്കറിലേക്ക് ഇട്ടിട്ട് വന്നിട്ട് നമ്മളിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടും, പിന്നെ കുറച്ച് വെള്ളം, അതായത് ആ കായൊന്ന് വെന്ത് കിട്ടാനുള്ള രീതിയിലുള്ള ഒരു 1/4 ഗ്ലാസ് മതിയാവും. ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിലാണ് കേട്ടോ നമ്മൾ വെക്കാറുള്ളത്. ഇനി ഇന്നത്തേക്ക് നമുക്ക് വറക്കാനായിട്ടുള്ളത് ചിക്കനാണ്. മീനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചിക്കൻ ഞാനൊന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാൻ കേട്ടോ. നല്ലപോലെ ഐസായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ അതിൻ്റെ ആ പാക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഇനി ഇതുപോലെ ഇട്ട് വെക്കണം. പക്ഷേ ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി. അപ്പോൾ ഇനി കുറച്ചും കൂടി വലിയൊരു ഇതിലേക്ക് ഇട്ട് മാറ്റണം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് നേരം ഈ ഒരു ഇതിൽ ഞാൻ ചീഞ്ചട്ടിയിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റി, കാരണം ഇത് വെള്ളം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ചിക്കന് മുങ്ങിയെടുക്കാനുള്ള പോലെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ വേഗമായി കിട്ടിയില്ല. ഇന്നത്തെ ചാറുകറി അതിനേക്കാളും സിമ്പിളാണ്. നമ്മൾക്ക് സാധാരണ എന്തെങ്കിലും നമ്മൾ കുറച്ച് കാര്യമായിട്ട് വെക്കാറുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് കായ്പേരിയുടെ കൂടെ കഴിക്കാനായിട്ട് തൈരാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊന്ന് മോര് കാച്ചി എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് തൈരെടുത്തു. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് ആ ഒരു കൺസിസ്റ്റൻസി മാറ്റിയിട്ട് കുറച്ചും കൂടി ഒന്നൊരു ലൂസാക്കി എടുക്കാണല്ലോ. നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ നമ്മൾ മേടിക്കുന്ന തൈര് എന്ന് പറയുമ്പോൾ നല്ല കട്ടയായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തത്. എന്നിട്ട് ആ തൈരിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ആ ഒരു കട്ട പോലെയുള്ള ആ ഒരു തിക്നെസ് ഒക്കെ മാറിയിട്ട് കുറച്ച് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലേക്ക് ഞാൻ ആദ്യം ആ ഒരു തൈരിനെ ആക്കിയെടുക്കും, വെള്ളമൊക്കെ ചേർത്തിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് മോര് കാച്ചണയിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കണം. ചുവന്നുള്ളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അരിഞ്ഞിട്ടിട്ട് കാച്ചാം. ഞാനിപ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പത്തിന് ഇതുപോലെ ഇടിച്ച് ആ ഒരു ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചുവന്നുള്ളി. ഇനി നമുക്ക് മോര് കാച്ചാനായിട്ട് ഞാനൊരു മൺചട്ടിയിലെടുത്തിട്ടാണ് ഞാൻ കാച്ചാൻ വിചാരിച്ചത്. അപ്പോൾ അത് കുറച്ച് എനിക്കൊരു പണി കിട്ടി. എന്തായാലും മൺചട്ടി എടുത്ത് വെച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അതിൽ ഞാൻ കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉലുവയും പിന്നെ നമ്മുടെ ഉണക്കമുളക്, അതായത് വറ്റൽമുളകും കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റിൽ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കും. എന്നിട്ട് പിന്നെ അതൊന്ന് ചുവന്നുള്ളിയൊക്കെ ഒന്ന് വാടി മുരിഞ്ഞ് വരുന്ന സമയത്ത് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ തൈരും കൂടി ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് തിളയ്ക്കാൻ പാടില്ല, അപ്പം തന്നെ ഓഫ് ചെയ്യാം. ഞാനിവിടെ മൺചട്ടി എടുത്ത കാരണം നല്ല പോലെ ചൂടായിട്ട് കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനിത് ഒഴിച്ച വഴിക്ക് ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഈ മൺചട്ടി ആയതുകൊണ്ട് അത് നല്ലോണം ചൂടായ കാരണം കുറച്ചൊന്നിങ്ങനെ പിരിഞ്ഞ പോലെ ആയി. വല്ലാണ്ടല്ല, എന്നാലും അത് ഓഫ് ചെയ്താലും പിന്നെ അത് നല്ല പോലെ ചൂട് നിൽക്കണ കാരണം കുറച്ചും കൂടി അതൊന്ന് തൈര് ഇങ്ങനെ ചൂടായി തിളച്ച പോലെ ആയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു പാത്രം എടുത്തതാണ് എൻ്റെ മിസ്റ്റേക്ക്. കുറച്ച് നോൺ സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും എടുക്കായിരുന്നെങ്കിൽ നമുക്കത് ഓഫ് ചെയ്താൽ കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ നമുക്കത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ തൈരൊന്നും ഇങ്ങനെ തിളച്ച് വരില്ലായിരുന്നു. നമുക്ക് അപ്പോൾ തന്നെ ഓഫ് ചെയ്തെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ഒരു ഇതിൽ കിട്ടിയാൽ. അങ്ങനെ നമ്മുടെ മോര് കാച്ചിയത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ പണി തുടങ്ങാം. പക്ഷെ അതിന് മുന്നേ മെയിനായിട്ട് നമുക്ക് ചോറ് വേണമല്ലോ. ചോറ് വെച്ചിട്ട് വേണം, കറികളൊക്കെ ആയാലും ചോറുണ്ടെങ്കിലല്ലേ അത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അരി ആദ്യം
കുക്കറിലിട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുട്ടികൾക്ക് കഴിക്കാനായിട്ടുള്ള 2 കാടമുട്ടയും കൂടി ഇടുന്നുണ്ട്. ചോറ് വേവണതിൻ്റെ ഒപ്പം ആ സെയിം കുക്കറിൽ ഞാൻ നല്ലപോലെ കഴുകിയിട്ട് ഇടാറ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മുട്ടയും പുഴുങ്ങി കറക്റ്റ് ഒരു പാകത്തിനായിട്ട് കിട്ടും. അങ്ങനെ കായ്പേരി ഞാൻ നേരത്തെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിസിൽ വെച്ചപ്പോൾ തന്നെ ഓഫ് ചെയ്തു. തുറന്നപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പാകത്തിൽ കായ വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനിലത്തെ ഐസൊക്കെ വിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ചിക്കൻ ഞാൻ വറുക്കുമ്പോൾ മീൻ വറുക്കുന്ന പോലെ തന്നെ കുറച്ച് മസാല ഇടാറുള്ളൂ കേട്ടോ. കുറച്ചും കൂടിയും ഭംഗിയൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അങ്ങനെ ഗരം മസാലയും പെപ്പർ പൗഡറും ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി നമുക്ക് ആർഭാടാക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യണില്ല. നമ്മൾ വെറുതെ മീൻ വറുക്കാൻ എടുക്കണ അതേ പൊടികൾ, അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ലാസ്റ്റിൽ കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാറ്. കാരണം തൈരിൻ്റെ ഒരു ഇതും പിന്നെ ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അതും കുറച്ച് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ നമുക്ക് ആ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അതിൽ തൈര് ചേർക്കാറ്. ഇനി അതവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കായ വെന്തിട്ടുള്ളത് നമുക്ക് ഉപ്പേരി കാച്ചാം. അതിനായിട്ട് ഞാൻ കുറച്ചൊരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നമുക്കിതുപോലെ ഈ ഒരു ഇങ്ങനത്തെ ഇടിക്കല്ലിൽ ചതച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വേപ്പിൻ്റെ ഇലയും മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് എണ്ണയിൽ വെളിച്ചെണ്ണയിൽ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഉപ്പേരി മുളക്, അതായത് ചതച്ച മുളക് അതിൻ്റെ പൊടി ഇട്ടിട്ട് അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കായ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കായുപ്പേരി അങ്ങനെ റെഡിയായി. ചിക്കൻ അങ്ങനെ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ചിക്കൻ വറുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പാൻ ചൂടാക്കിയിട്ടുണ്ട്. ചൂടായി വരുന്ന പാനിലേക്ക് നമുക്ക് ഈ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ മാക്സിമം വെച്ചാൽ മതി. കൂടുതൽ സമയം വെച്ചാൽ നല്ല ടേസ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അത് ഉള്ള സമയം അനുസരിച്ചിട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ഇത്ര പൊടികളല്ല ചേർക്കണുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് വരുന്നതുണ്ടെങ്കിൽ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മളൊരു അരമണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതൊന്നുകൂടിയും ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിലുള്ള ഒരു പണിയായതുകൊണ്ട് വെറുതെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് കാരണം ഞാൻ അധികമൊന്നും നേരം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഉപ്പേരി കാച്ചി ആ ഒരു സമയം കൊണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ വേഗം തന്നെ ചിക്കൻ വറുക്കാൻ വെച്ചു. പിന്നെ മീനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ ഇതുപോലെ നമ്മൾ വറുക്കുന്നതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇങ്ങനെ കീറിയിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു വേപ്പിൻ്റെ ഇലയുടെ ആ ഒരു മണവും ഫ്ലേവറൊക്കെ വരുമ്പോൾ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കറിയിലും നമ്മൾ ഇടുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അതുപോലെ വറുക്കുന്നതിലും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ കറികളൊക്കെ ഏകദേശം സെറ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി ഈ കിച്ചണൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ കുക്കിംഗ് എന്ന് പറയുന്ന പണിയോട് വലിയൊരു ഇഷ്ടക്കുറവില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലീനിങ്ങും പാത്രം കഴുകലിനോടും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. പക്ഷെ നമുക്കിത് ചെയ്യാതെ വേറെ വഴിയുമില്ല. പിന്നെ അങ്ങനെ അധികം പാത്രങ്ങളൊന്നും ഇന്ന് കഴുകാനുണ്ടായിരുന്നില്ല. കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെ വേഗം തന്നെ ചെയ്തു വെക്കുകയാണെങ്കിൽ, അതായത് ഈ കുക്കിംഗ് കഴിയുന്നതിനോട് കൂടെ തന്നെ വേഗം എല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ പണിയും ഒറ്റ ആ ഒരു വേഗം തന്നെ തീർന്നു കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. പിന്നെ കുക്കറിലത്തെ ചോറാണ് കേട്ടോ ഇനി ഊറ്റാനായിട്ട് പോണത്. സാധാരണ ഞാനിവിടെ അരി എങ്ങനെ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അരി നമ്മുടെ ആവശ്യത്തിന് കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ അത് തുറക്കാറുള്ളത്. ചോറ് ഞാനിങ്ങനെ കുക്കർ തുറന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഇങ്ങനെ പൈപ്പിൽ നിന്ന് അതിലേക്ക് ചേർക്കാറുണ്ട്. ആ ഒരു അതായത് ഇങ്ങനെ ചോറ് ഇങ്ങനെ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി, കുറച്ച് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ആ കട്ടിയൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അന്നമ്മാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഫ്രോസൻ്റെ സ്റ്റിക്കും മാജിക് സ്റ്റിക്കൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ, ചോറ് ഊറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അന്നമ്മും ജോയും രണ്ടാളും ടിവിയുടെ മുന്നിൽ കാർട്ടൂൺ കാണുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം ഇനി ഇതിനിടയിൽ വേണം ഇനി അവരെ ചോറ് കൊടുക്കാനായിട്ട് വിളിക്കാനായിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള എല്ലാ കറിയും ചോറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റായി. അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല ചൂട് ചോറ്, അതായത് ഇപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഞാനത് ചോറ് വാർത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചോറും പിന്നെ നമ്മുടെ മോര് കാച്ചിയതും പിന്നെ അതിൻ്റെ കൂടെ നല്ല കായുപ്പേരിയും ചിക്കൻ വറുത്തതും പിന്നെ ഇന്നലത്തെ കുറച്ച് മുതിരുപ്പേരി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം.